ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാളൂസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടല്ലോ, എല്ലാവരും പറയുന്നുണ്ട് ലൈഫ് സ്റ്റോറിയുടെ ബാക്കിയിടോ. ഞാൻ ഉറപ്പായിട്ടും ബാക്കിയിടാം. എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ഞാൻ എന്നാ പറയുന്നത്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്സവത്തിനൊക്കെ മുമ്പ് ഞാൻ എന്നാ പറയുന്നത്, ഉത്സവത്തിൻ്റെ വീഡിയോ ഇടുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ ലൈഫ് സ്റ്റോറിയുടെ ഒരു പാർട്ടും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് അപ്ലോഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ കൂടി ഇട്ട് കഴിഞ്ഞിട്ടാട്ടേന്ന് നോക്കാം കേട്ടോ. അമ്പലത്തിൽ 1-ാം തീയതിയും 2-ാം തീയതി എൻ്റെ എന്നാ പറയുന്നത് നല്ല ദിവസം, 2-ാം തീയതിയും 1-ാം തീയതിയൊക്കെ എൻ്റെ പിറന്നാളായിരുന്നു. 1-ാം തീയതി നല്ലൊരു ദിവസമാണ് അല്ലേ, മാസത്തിൻ്റെ ഒക്കെ 1-ാം തീയതിയൊക്കെ നമുക്കൊരു സമാധാനപരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസമൊന്നും ഞാൻ കരയേണ്ട വഴി ഉണ്ടാകുന്ന നോക്കാം. പക്ഷേ ഞാൻ 28-ാം തീയതി തന്നെ എടുത്ത് 27-ാം തീയതി തന്നെ എടുത്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പബ്ലിക് ആക്കാത്തതാണ് കേട്ടോ. അപ്പം 2-3 ഉണ്ടായിരുന്നതുകൊണ്ട് ഓരോന്നായിട്ട് അങ്ങ് ഇട്ടതാണ് പാർട്ടായിട്ട്. അപ്പം ഒരു വീഡിയോ കിടപ്പുണ്ട് നിലവിൽ, അത് ഞാൻ എന്നാ എടുത്ത് 27-ാം തീയതി എടുത്ത് അപ്ലോഡ് ആക്കിയതാണ്. അത് ഞാൻ ഇടാം അടുത്ത ദിവസം. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോയും കൂടെ ഒന്ന് ഇടുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ കാഴ്ചകളൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. തീക്കനല്ലാത്തൂടെ ആഴിക്കകത്തൂടെ നഗ്നബാധരായിട്ട് നടന്നു പോകുന്നതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവുകയല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ഏതായാലും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ. ഭയങ്കര തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര ചൂടിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ പോയി നിന്ന് ഒക്കെ എടുത്തല്ലേ. അപ്പോൾ അത് ഇന്നും കൂടെ അത് ഇട്ടിട്ട് നാളെ മുതൽ നമ്മുടെ ലൈഫ് സ്റ്റോറി ആയിട്ട് വരുന്നതായിരിക്കും. എന്നാ പറഞ്ഞത്, ഞാൻ അനുഭവിച്ച എൻ്റെ ജീവിതത്തിൽ എന്നാ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിന് നിങ്ങളുടെ അടുത്ത് പറയാം. എന്നാ പറഞ്ഞത്, അത് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെയും വിഷമിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നുമല്ല. ഇത്രയും അനുഭവിച്ചിട്ടും ജീവിക്കണം എന്നുള്ള ഒരു ഇത്, മുമ്പോട്ട് ജീവിക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നൊക്കെ ഉള്ളൊരു മനസ്സിൻ്റെ ആ ഒരു ബലം. ഒരു പണി അറിയത്തില്ല, അത് ഒരു ജോലിയില്ലാത്ത, എന്നാ പറയുന്നത്, സാമ്പത്തികപരമായിട്ടും ഒന്നും ഇല്ലാത്ത എനിക്ക് പറ്റുമെങ്കിൽ സാധാ ആർക്ക് വേണമെങ്കിലും ജീവിക്കത്തില്ലേ. അപ്പോൾ എത്രയോ ആൾക്കാരായി പൈസ ഉണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പഠിച്ച ഒരു തൊഴിലുണ്ടായിട്ടും ഒക്കെ സൂയിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫ് സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ആവശ്യപ്പെടുകയും കൂടെ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാം, ഉറപ്പായിട്ടും അതിൻ്റെ ബാലൻസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ബർത്ത്ഡേക്ക് എന്താ പറയുക, സിന്ധു സോമൻ തന്ന ഗിഫ്റ്റ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തൊഴിലുറപ്പിൽ എന്നാ പറയുന്നത് 100 മണി വെച്ച്, ഒരാൾക്ക് 100 മണി വെച്ചൊക്കെ തികഞ്ഞ് കുറേ ആൾക്കാർ മാറി. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ ഞാൻ മഴക്കാലം ആകുമ്പോൾ ഈ അട്ടേനെയും പിന്നെ തെന്നി വീഴുമോ എന്നൊക്കെ പേടിച്ച്, ഈ നട്ടലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് മഴയത്ത് പോയി നനഞ്ഞ് നിന്ന് വളർന്നു കഴിഞ്ഞാൽ എനിക്ക് വേദനയൊക്കെ കൂടും. അതുകൊണ്ട് മഴക്കാലത്ത് ഞാൻ പോകാറില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞവർക്ക് 100 പടിയൊക്കെ ഒരാൾ തന്നെ പണിത്. അപ്പോൾ അത് ആ മേറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതും കൂടെ പറയാതിരിക്കാൻ മേല. 2 പേരുള്ളവരൊക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പം നമ്മുടെ ഇതിനകത്ത് വന്നേക്കുന്ന മേറ്റുമാരെല്ലാം സൂപ്പറായിരുന്നു. ഇതിന് മുമ്പ് വന്നേക്കുന്ന മേറ്റുമാരാണേലും ഒക്കെ. അപ്പോൾ 100 പണി കെട്ടിയതിൻ്റെ പേരിൽ നമ്മുടെ മേറ്റുമ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നതിന് പേരിൽ നമ്മൾ മേറ്റിന് ഒരു കുഞ്ഞ് സമ്മാനമൊക്കെ മേടിച്ചു കൊടുത്തു. ആ ഒരു സന്തോഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അമ്പലത്തിലെ വിശേഷങ്ങളും. അപ്പോൾ നമുക്ക് പോയാലും നേരെ വീഡിയോ ഇട്ട് വായോ. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എല്ലാവർക്കും മുട്ടായി കൊടുത്തു. എല്ലാവരും കളിയാക്കാൻ കേട്ടോ, ഈ കുഞ്ഞു മുട്ടായും കൊണ്ടാണോ വന്നേക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നാ പറയുന്നത്, ചെറിയൊരു സ്നാക്സ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഈ പ്രാവശ്യം യുദ്ധമൊക്കെ പ്രമാണിച്ച് മനസ്സിനൊരു സങ്കടം. അതുകൊണ്ട് വലിയ കേക്കൊന്നും മുറിക്കുന്നില്ല, ആഘോഷമൊന്നും വെക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, വലിയൊരു സർപ്രൈസ്, വലിയൊരു സർപ്രൈസ് പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു മനസ്സാണ്. 1 രൂപയിലോ സമ്മാനത്തിൻ്റെ വിലയിലോ ഒന്നും അല്ല കാര്യം. എനിക്ക് ആരെങ്കിലും എന്നെ ഒന്ന് വിഷ് ചെയ്യുന്നത്, സമ്മാനം തരുന്നതൊക്കെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് ഇഷ്ടം പോലെ തരുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സിന്ധു എനിക്കൊരു കുട്ടി സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഓക്കെ, താങ്ക് യു. ഇത് ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. ഒരു 3-4 പൂവും, അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുട്ടായി ഇതാ, പീനട്ടിൻ്റെ. ഇത് മാത്രമേ ഞാൻ തിന്നത്തുള്ളൂ, സത്യമായിട്ടും. ഇന്നിപ്പോൾ ഞാൻ മനുഷ്യനൊന്നും തന്നെ മുട്ടായി ഒന്നും ഞാൻ തിന്നില്ല. ഈ ഒരു മുട്ടായിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. എവിടെ പോയാലും ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ കഴിക്കുന്നത്. നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം. എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഈ സൈറ്റിലുള്ളവരാണേ. കണ്ടോ? താങ്ക് യു സിന്ധു, താങ്ക് യു. ഒത്തിരി സന്തോഷം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളിയോ, അത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടോ. ഒരു ഹാർട്ടും ഒരു ചോക്ലേറ്റും ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, കൃഷ്ണമോള് പിള്ളേർ സെറ്റിന് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം. ഇങ്ങനെ അവരുടെ അപ്പന്മാർക്കൊക്കെ കാണാം. എനിക്കൊരു ആങ്ങളൊരു മോളുണ്ട്, ഒരു കൃഷ്ണമോളെ. അവളിങ്ങനെ 1 മാസം മുമ്പ് തുടങ്ങും ഇങ്ങനെ പേപ്പറിലും അതും ഇതൊക്കെ ഉണ്ടാക്കി അപ്പനും അമ്മയ്ക്കും. എന്നിട്ട് ഇത് തുറക്കുമ്പോൾ നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും അതിനകത്തായിരിക്കും സമ്മാനം ഇരിക്കുന്നത്. ഓരോ ബോക്സ് ഇങ്ങനെ തുറന്ന് എന്ന് പറഞ്ഞാൽ കൃഷ്ണക്കുട്ടിക്കൊക്കെ ഇത് കാണുമ്പോൾ സന്തോഷമാവും. അത് സ്റ്റാപ്ലെയർ എടി അച്ഛന് കുറേ പണിതിട്ടുണ്ട്. സ്റ്റാപ്ലെയറൊക്കെ ചെയ്ത്
ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോളാം ഞാൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തൊഴിലുറപ്പിന് ഉച്ചക്കത്തെ ഫോട്ടോ എടുക്കാനായിട്ട് കൂടിയേക്കുന്നതാണ് കേട്ടോ. അപ്പം അമ്മാമ്മയുടെ ഒക്കെ പണിയും കഴിഞ്ഞു പോട്ടെ. എന്തിനാ അമ്മാമ്മ പിന്നെ കണ്ടു കാണിച്ചു വന്നേ? അമ്മാമ്മേ പാട്ട് പാടാനോ? എന്തിനാ കണ്ടു കാണിച്ചു വന്നേക്കതേ? ശരി, മേടിച്ചു തരാം. മേടിച്ചു തരാം, മേടിച്ചു തരാം, മേടിച്ചു തരാം. അപ്പൊ ഞങ്ങളുടെ മേറ്റിനൊരു കുട്ടി സമ്മാനം കൊടുക്കാനായിട്ട് കൂടിയേക്ക് കേട്ടോ. മേറ്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളൊരു കുട്ടി സമ്മാനം കൊടുക്കാം മാമേ. അതെ, പറഞ്ഞു കൊടുക്ക. പറയൂ, നമുക്ക് ഇത്ര നാള് 100 പണി ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല. ഒന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ശരി, എന്റെ സഹോദരി സഹോദരന്മാര് ഞങ്ങളും ഈ 100 പണി ലെവലേഷൻ വന്നേ പിന്നെ ഈ മേറ്റ് വന്നേ പിന്നെ ഞങ്ങൾക്ക് 100 പണി കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ കൂടി ഒരു കുഞ്ഞ് സ്നേഹ സമ്മാനം. കാരണം അപ്പൊ നമ്മുടെ ആണോ? അല്ല, ഞാൻ വന്നതിന് ശേഷം എനിക്കറിയത്തില്ലോ. അപ്പൊ നമ്മുടെ പുതിയ മേറ്റ് വന്നതിന് ശേഷം അല്ലേ? അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ 100 പണി വെച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് വന്നവർക്ക്, എനിക്കൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പണിക്ക് വന്നവർക്ക്, കൃത്യമായിട്ട് പണിക്ക് വന്നവർക്ക് പറഞ്ഞോന്ന് പഠിക്കുക കേട്ടോ. പൊട്ടത്തലയിലിരുന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കൊടുക്ക, ഞങ്ങളുടെ ഒരു കുഞ്ഞു സമ്മാനം കേട്ടോ. 100 പണി തീർന്നാലും 2 പേരുടെ മുന്നേ തീർന്നാലും ഒരാളുടെ പറ്റുന്നിടത്തോളം തീരുന്നിടം വരെ വസ്ത്രം അടിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പറ്റുന്ന അത്ര 100 പണി തികയ്ക്കാൻ ഞങ്ങളോട് ഒപ്പം സഹകരിച്ച ഞങ്ങളുടെ മേറ്റ് സെബീനായിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ ഉപകാരം സൈറ്റിലായിരുന്നാലും വീട്ടിലിരുന്നാലും നമ്മൾ മംഗളം കൊടുക്കണ്ടേ? എൻ്റെ ബർത്ത്ഡേ ദിവസമായി ഇന്ന് തന്നെ ഉണ്ടല്ലോ. സെബിനായിക്ക് ഒരു നമ്മുടെ മേറ്റിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇത് കണ്ടോ, കാപ്പിപ്പൂ, നല്ല സ്മെല്ലുള്ള സംഭവമാണ് കേട്ടോ. നമ്മുടെ ഈ തൊഴിലുറപ്പിൽ നമ്മുടെ ലീന ചേച്ചി, അമ്മാമ്മ, സിന്ധു സോമനൊക്കെ ഇങ്ങനെ മേറ്റുമാരായിട്ടിരുന്നതാണ് കേട്ടോ. അവരെല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുകൊണ്ടിരുന്നവരാണ് കേട്ടോ. എൻ്റെ പോലെ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ്. അതാണ് നമുക്ക് ഏറ്റവും ഒരിത്. ഏതൊരു ഇതിനകത്താണെങ്കിലും നല്ല ഒരു ഐക്യം വേണം അല്ലേ? അത് ഞങ്ങളുടെ തൊഴിലുറപ്പിലുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എല്ലാവരോടും കൂടുമ്പോൾ ഒറ്റക്കെട്ടാണ്. അത് പ്രത്യേകിച്ച് ലീന ചേച്ചി ഒക്കെ ഒരു പറയാതിരിക്കാൻ മേല. എല്ലാവരും സൂപ്പറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് അച്ചാമ്മാൻ്റിക്ക് പണിയുന്ന വീടാണ്. നമ്മുടെ അച്ചാമ്മാൻ്റിയുടെ ദൈവമേ പെട്ടെന്ന് പണിയൊക്കെ തീർന്ന് സെറ്റായി കയറി താമസിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. എല്ലാവരും അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രോച്ചാരണത്തോടെ ആ ആഴിയിൽ നമ്മുടെ എല്ലാം ജീവശ്വാസം പകർന്നുകൊണ്ട് ആഴിയെ ജ്വലിപ്പിച്ച് അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രസന്നതയും ഏറ്റെടുക്കുവാൻ കിട്ടുന്ന ഈ അസുലഭ അവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആഴി ജ്വലിപ്പിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറിഞ്ഞു വരുത്തുവാൻ നമ്മുടേതായ ഒരു അംശം എന്ന നിലയിൽ ഒരു തുള്ളി എണ്ണയും 2 തിരിയും കർപ്പൂരവും ഒക്കെ സമർപ്പിച്ച് നമുക്ക് അതിൽ പങ്കാളികളാകുവാൻ അവസരമുണ്ട്. ആ കർപ്പൂരാരിയും എണ്ണയും ചന്ദനത്തിരിയും ഒക്കെ നിറഞ്ഞുണ്ടാകുന്ന ധൂപങ്ങളിലും അതിന്റെ സുഗന്ധങ്ങളിലുമൊക്കെ ഈ നാട് പരിമളപ്പെടുത്തട്ടെ. അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രസന്ന വൃതിയായി നിൽക്കുന്ന അമ്മയെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇന്ന് സന്ധ്യയോടുകൂടി നടക്കുന്ന ആര്യവട്ടത്തിൽ കാപ്പുകെട്ടി നോമ്പ് നോറ്റ് നിൽക്കുന്ന ഭക്തജന കൂട്ടത്തിൽ സാക്ഷ്യം വഹിക്കുവാനെത്തുന്ന ഭക്തജനകോടികളെ സാക്ഷി നിർത്തിക്കൊണ്ട് കാപ്പുകെട്ടി നോക്കുമോട്ട് ഒട്ടേറെ ഭക്തർ ആഴിയിലേക്ക് ഇറങ്ങുകയാണ്. ധന്യമാക്കുവാൻ അഗ്നിജലിപ്പിക്കുന്ന ഈ കർമ്മത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് അഗ്നി ജ്വലിപ്പിക്കുമ്പോ എണ്ണയും തിരിയും ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ അർപ്പിച്ച് അമ്മേ ശരണം ദേവീ ശരണം എന്ന മന്ത്രോച്ചാരണത്തോടെ നമുക്ക് നമ്മുടെ കർമ്മത്തിലേക്ക് കടക്കാം. ഇന്ന് ഇവിടെ നമ്മള് ക്ഷേത്രം തന്ത്രികൾ മുക്കുളം വിജയൻ തന്ത്രികളുടെ നേതൃത്വത്തിൽ നമ്മള് മഹാഗണപതി ഹോമം ഇവിടെ നടത്തപ്പെടുകയുണ്ടായി. അതിനുശേഷം അമ്മമാർ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഇവിടെ വന്ന് പൊങ്കാല സമർപ്പിച്ച് അവിടെ നിന്ന് ദർശന പുണ്യം നേടി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നേടി പോകുവാൻ അവസരമുണ്ട്. അത് ഇന്നുകൂടി മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട്
കഴിഞ്ഞ 9 ദിവസങ്ങളായി നമ്മൾ നടത്തി വന്ന് ആചരിച്ചു പോന്ന ഈ ഉത്സവ സമാപനം ഏറ്റവും ശ്രദ്ധേയമാകുവാൻ, ഈ നാടിന്റെ ഐശ്വര്യത്തിനും ഈ നാട്ടിലെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും ദോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ അറുതി വരുത്തിക്കൊണ്ട് ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ല വർഷമായി മാറുവാൻ അമ്മയുടെ പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഇവിടെ നടത്തുന്ന വിവിധങ്ങളായ ചടങ്ങുകളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം. ഇവിടെ നമ്മൾ അയ്മ്പലിപ്പുറ സമർപ്പിച്ചിട്ടുണ്ട്. അയ്മ്പലിപ്പുറ എടുക്കുന്നത് ഏറ്റവും പുണ്യമായ കർമ്മമാണെന്ന് എല്ലാ ദിവസങ്ങളായി നമ്മൾ പറയുന്നുണ്ട്. യജ്ഞം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ അയ്മ്പലിപ്പുറ ഇവിടെ സമർപ്പിക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും എല്ലാ ധനധാന്യ ലഭ്യതയ്ക്കുമൊക്കെയായി നമുക്ക് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ വഴിപാടാണ് അയ്മ്പലിപ്പുറ. അത് സമർപ്പിക്കുവാൻ എല്ലാ ഭക്തജനങ്ങൾക്കും അവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നടത്തുന്ന എല്ലാ വഴിപാടുകളും നമ്മൾ ഓരോരുത്തരും ചരട് പൂജ മുതൽ പുഷ്പാഞ്ജലി ഉൾപ്പെടെ എല്ലാ ആചാരങ്ങളിലും എല്ലാ പൂജകളിലും പങ്കാളികളാകുവാൻ എല്ലാവർക്കും അവസരമുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. സജ്ജനിയുടെ ശ്രദ്ധയ്ക്ക്, എല്ലാ വർഷവും നമ്മൾ ഈ ആഴി ഒരുക്കുമ്പോൾ പൂമാലകൾ കൊണ്ട് ആഴിയെ നമ്മൾ പൊതിഞ്ഞ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ദേവസ്വത്തിന് സമീപമായിട്ട് പൂക്കട പ്രവർത്തിക്കുന്നുണ്ട്. സജ്ജനങ്ങൾക്ക് അമ്മയെ മാല അണിയിക്കുന്നത് പോലെ പൂമാല വാങ്ങി ആ ആഴികുണ്ടത്തിൽ ഇപ്പോഴേ സമർപ്പിക്കാമെന്ന് അറിയിക്കുകയാണ്. ദേവസ്വത്തിന്റെ റോഡിലേക്ക് കയറുന്ന സ്ഥലത്ത് പൂക്കട പ്രവർത്തിക്കുന്നു. മാല വാങ്ങി അമ്മയെ അണിയിക്കുന്നത് പോലെ ഈ ആഴികുണ്ടത്തിനുണ്ടല്ലോ, ഈ ആഴിയിലിറക്കത്തിന് ഈ കത്തിക്കുന്ന ഈ ഒരു സംഭവം ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷമാണ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടൊക്കെ ആയിട്ട് വരുവേ. ഭയങ്കര വെയില്, തറയെ ചവിട്ടാൻ പറ്റത്തില്ല ചെരുപ്പില്ലാതെ കേട്ടോ. എന്നിട്ട് എൻ്റെ പൊന്നെ, ഞാൻ അവിടെയൊക്കെ വീഡിയോ എടുക്കാൻ സമയത്തേ ചെരുപ്പിടാണ്ട് പോകണമല്ലോ അവിടെയൊക്കെ. കാല് പുള്ളി പൊക്കയുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ ഇവരെല്ലാവരും ചെരുപ്പിടാണ്ടും ഇങ്ങനെ തന്നെ വന്ന് നോയമ്പെടുത്തും കാര്യങ്ങളെടുത്തും ഇവരൊക്കെ അഴിയിൽ ഇറങ്ങാനുള്ളവരാണ്. ആ മല മാതിരി ഇരിക്കുന്ന ആ വിറക് മൊത്തം കത്തി അമർന്ന് താഴണം. എന്നിട്ട് ആ കനലിനകത്തൂടെ നടക്കും. ഒന്ന് ഓർത്തേ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എനിക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അതാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തേ. തീ മാതിരിയുള്ള വെയിലാണ് ഇത് കണ്ടോ. ഓരോരുത്തർ ദേവിയമ്മേനെ ചാർത്തുന്ന ഉണക്ക് പൂമാല ഇട്ടിങ്ങനെ പോയി പൂമാല ഇട്ട് ദേവിക്ക് ഇടുന്ന ഉണക്ക് തന്നെയാണ് കേട്ടോ. അവരുടെയൊക്കെ ഒരു ആചാരം, ഒരു വിശ്വാസം. എന്നിട്ട് കണ്ടോ, ഇപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ അവിടെ നന്നദാനമൊക്കെ കഴിച്ച് 3 മണിയായി ഞാൻ വീട്ടിൽ വന്നപ്പോഴേ. അത് കഴിഞ്ഞ് കുളിച്ച് പിറക്കി സന്ധ്യ ആയപ്പം വീണ്ടും പോയതാണ് കേട്ടോ. അപ്പോൾ സന്ധ്യ ആയപ്പോൾ ചെന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നോക്കിക്കേ, അമ്പലമൊക്കെ ഇപ്പം അജിത ചേച്ചിയൊക്കെ ഞാൻ കണ്ടടി വെച്ചിരുന്നു. വില്ലേജ് ജോലിയുള്ള ചേച്ചിയാണ് കേട്ടോ അജിത ചേച്ചി. എൻ്റെയൊക്കെ കുഞ്ഞിലേ മുതൽ എന്നെ അറിയാമെന്ന് ചേച്ചി. ഇപ്പോഴും ആ പഴയ സ്നേഹമാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ആരാധ്യക്കുട്ടി. നമ്മൾ കാർത്തിക റെസ്റ്റോറൻറ്റിൽ പോയില്ലേ, അവിടുത്തെ മോളാണ് കേട്ടോ. അവൾ ഓടി വന്നിട്ട് പറയാം, സിന്ധുമേ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. പിന്നെ കൊച്ചൊരുങ്ങാനായിട്ട് അങ്ങോട്ട് പോയി. കേട്ടോ, കത്തി അത്രയും വരെ കത്തി എത്തിയിട്ടുണ്ട്. നോക്കിക്കേ. കിട്ടിയ ഭക്തർ ഇതാ ഘോഷയാത്രയായി കടന്നു പോവുകയാണ്. പെരിയാറിൽ നിന്നും പ്രയാണം ആരംഭിക്കുന്ന ഘോഷയാത്രയിലേക്ക് എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആഴിയിറങ്ങുവാനുള്ള ഭക്തർ, കാപ്പുകെട്ടി നോമ്പുമറ്റ് ആഴിയിറങ്ങുവാനുള്ള ഭക്തർ ഇതാ ഘോഷയാത്രയായി കടന്നു പോകുമ്പോൾ അവരോടൊപ്പം ദേവി ശരണമെന്ന മന്ത്രോച്ചാരണത്തോടുകൂടി ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത് തിരികെ എത്തുമ്പോൾ ആഴിയിറക്കം സമാഗതമാകുകയാണ്. ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിയിൽ കടലിലൂടെ നിന്ന ബാധലായി നടന്നു വന്ന അമ്മയുടെ മുന്നിൽ പ്രണാമമർപ്പിക്കുന്ന ഭക്തരെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ആരതി ഒഴിയുകയായി. ക്ഷേത്രതന്ത്രികളുടെ നേതൃത്വത്തിലും അജിത് തിരുമേനി അവരുടെ നേതൃത്വത്തിലും വിവിധ തന്ത്രിമാര് ഒരുമിച്ച് നിന്നുകൊണ്ട് ആരതി നടത്തുമ്പോൾ ആ ആരതിയിൽ പങ്കാളികളാകുവാൻ നമുക്ക് അസുലഭമായ അവസരമുണ്ട്. അതിനുശേഷം ഇതാ ഈ കൊടിമര ചുവട്ടിൽ പറ സമർപ്പണമുണ്ട്. കൊടിമര ചുവട്ടിലെ പറ സമർപ്പണത്തിനും ദിവ്യമായ നാരങ്ങാവിളക്ക് ഘോഷയാത്രയിലുമൊക്കെ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആഴിയിറക്കത്തിന് വേണ്ടി തയ്യാറെടുത്ത ഘോഷയാത്രയായി മുന്നോട്ട് പോവുകയാണ്. ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരുമ്പോൾ ആഴിയിറക്കം സമാഗതമാവുകയാണ്. ആഴിയിറക്കം ദർശിക്കുവാൻ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തരും
സജ്ജമായി നിൽക്കണമെന്ന് അറിയിക്കുന്നു. ഇവിടെ ആഴിയിറങ്ങുവാൻ ഭക്തർ കടന്നു വരുന്നതിനോടൊപ്പം തന്നെ അവരും ആ കൂടെ നാരങ്ങാവിളക്കുമെടുത്ത് ആഴിയെ വലം വെച്ച് അമ്മയുടെ മുന്നിൽ പ്രണാമം നർപ്പിച്ച് ആഴിയിൽ നിമഞ്ജനം ചെയ്യുന്ന ജലമോടുകൂടിയാണ് നാരങ്ങാവിളക്ക് സമാപിക്കുന്നത്. അതിനുവേണ്ടി അവിടെ നടത്തുന്ന എല്ലാ കർമ്മങ്ങളിലും നമ്മുടെ ക്ഷേത്രം, കാരണം 7 മണി വരെ നട അടച്ചിടേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ക്ഷേത്രനട തുറന്നതും അവിടുത്തെ പൂജാതികൾ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയിൽ നമ്മുടെ എന്നാ പറയുന്നത് അമ്പലത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്നോട് വന്നിട്ട് മോളെ അത് ഇറങ്ങി നിന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് എല്ലാവരും കാണിക്കാൻ പറഞ്ഞു. ഇതുകൊണ്ട് എല്ലാവരും നമ്മുടെ അയൽവക്കക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ, എൻ്റെ ദൈവമേ. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് എടുക്ക്, മൊത്തത്തിൽ കവർ ചെയ്യണം കേട്ടോ, നന്നായിട്ട് വീഡിയോ എടുത്ത് ഇടണം കേട്ടോ, ആൾക്കാർ കാണട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നിങ്ങളെ കാണിച്ചു തരുവാണ് കേട്ടോ നന്നായിട്ട്. ഞാൻ എന്നാ പറയുന്നത് അവരുടെ ഒപ്പം തന്നെ നിന്ന് അങ്ങനെ അങ്ങോട്ട് എടുക്കുമായിരുന്നു. അപ്പോഴത്തേനും നമ്മളോട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമ്പോൾ നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ കേട്ടോ, എൻ്റെ ദൈവമേ, എല്ലാവരും ഉണ്ട്. അന്നേരം ഞാൻ പറയില്ല, ഞാൻ പോകത്തില്ല, അന്നേരം എൻ്റെ സ്ഥലം പോകുന്നത് കേട്ടോ. അത് അപ്പോൾ ഈ ചേച്ചിമാർ പറയും എൻ്റെ കൂടെ എടുക്കണേ കൊച്ചെന്നും പറഞ്ഞുകൊണ്ട് 2 ചേച്ചിമാരും വീഡിയോയ്ക്ക് പോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ചുമ വന്നു ഒരു ചേച്ചിക്ക്. ഞാൻ പറഞ്ഞു അയ്യോ ചുമയാണല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കുന്നതാണ് ഇപ്പോൾ ഒരു കൗതുകം. എല്ലാ ഭക്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ശാന്തമായി തന്നെ നമുക്ക് ഈ കർമ്മത്തിൽ പങ്കാളികളാകാം. ആഴിയിറക്കം എന്ന് പറയുന്ന മഹനീയമായ മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന ഭക്തരോട് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നഗ്നപാതരായി ജ്വലിച്ചു നിൽക്കുന്ന അഗ്നികുട്ടത്തിലേക്കൂടെ നടന്നു കയറുമ്പോൾ അത് കാണുവാനും അമ്മയെ ശരണം ദേവീ ശരണം എന്ന മന്ത്രോച്ചാരണം ഉദ്ഘോഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനയും അർപ്പിക്കുവാൻ ഇതാ ഓർമ്മപ്പെടുത്തുകയാണ്. ദിവസങ്ങളായി നോമ്പ് നോറ്റ് കാപ്പുകെട്ടി ഒരുങ്ങി നിൽക്കുന്ന ഭക്തരിത എല്ലാവരും പരിപാടി കൂടി ഈ ഭക്തരെ നമുക്ക് ദേവീ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടാം. ഈ കർമ്മത്തിന് സാക്ഷ്യമാകാൻ എത്തിയിരിക്കുന്ന ജനലക്ഷങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി പറയുന്നു, ഇതൊരു മഹനീയ കർമ്മമാണ്. ഈ കർമ്മത്തിൽ പങ്കാളികളാകുവാൻ, ഇത് ദർശിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമാണ്. അതുകൊണ്ട് ഈ പുണ്യമുഹൂർത്തത്തെ ധന്യമാക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും സ്നേഹബുദ്ധിയ സഹകരിക്കണമെന്നും സ്നേഹബുദ്ധിയ ചേർന്ന് നിൽക്കണമെന്നും ഓർക്കുകയാണ്. കൂടെ നിൽക്കുന്നവർക്ക് കൂടെ കാണുവാൻ കഴിയുന്ന തരത്തിൽ, ഇത് ദർശിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് പിരിഞ്ഞു പോകാവുള്ളൂ. ഇവിടെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഗാനമേള ഇതിനുശേഷം നമ്മൾ നടത്തപ്പെടുന്നുണ്ട്. ഗാനമേള കേൾക്കുവാൻ എല്ലാ ഭക്തരും ഇവിടെ നിന്ന് ഗാനമേള കൂടെ കേട്ടതിന് ശേഷമേ പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഗാനമേളയുണ്ട്. ഗാനമേളയ്ക്ക് നമ്മുടെ ഗാനമേള സംഘം ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാലുടൻ ഗാനമേള ആരംഭിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ
ആരാധ്യക്കുട്ടിയുടെ ഡാൻസാണ് കേട്ടോ. നല്ല എന്നാ പറയുന്നത്, പാട്ടും നല്ലത്, അതിനും അനുസരിച്ചുള്ള ചുവടുവയ്പ്പുമായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ടിരുന്നു പോവും. കാരണം അവൾ കുഞ്ഞിലേ മുതലേ ഡാൻസ് പഠിക്കുന്നത്. പക്ഷേ എന്നാ പറിച്ചിട്ട് പറഞ്ഞാലും എല്ലാ പ്രാവശ്യവും എല്ലാ അമ്പലത്തിലും, കൃഷ്ണൻ്റെ അമ്പലത്തിലും ദേവീക്ഷേത്രത്തിലും എല്ലാം ഒരു ഡാൻസ് എന്തായാലും മസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം കുഞ്ഞിനെ. ഭയങ്കര സ്നേഹമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ, വല്യപ്പൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടേ. അതാണ് നമ്മുടെ കാർത്തിക ഹോട്ടലിലെ ആരാധ്യമോള് കേട്ടോ. കാർത്തിക റെസ്റ്റോറൻറ്റിൽ ഈയിടെ ഞാൻ പോയി ഫുഡൊക്കെ വലിച്ചു വാരി കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? അങ്ങനെ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം കണ്ടപ്പോഴേ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളേ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക.